നമസ്കാരം. CPM കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള PV സത്യനാഥൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി അംഗം ആയിട്ടുള്ള M സ്വരാജ് പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് ഏറെ ചോദ്യങ്ങളുമായിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയിരുന്നു. ഈ സത്യനാഥൻ്റെ കൊലപാതകത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചുള്ള പോസ്റ്റിലെ RSS പരാമർശമുണ്ടായിരുന്നല്ലോ. ആ പരാമർശവുമായി ബന്ധപ്പെട്ടിട്ടാണ് രാഹുലിൻ്റെ പരിഹാസം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം ആദ്യം പങ്കുവച്ച പോസ്റ്റിൽ നിന്ന് RSS ഭീകരതയുടെ ഒടുവിലത്തെ ഇര എന്ന ഭാഗം പിന്നീട് ഒഴിവാക്കിയതാണ് ഇപ്പോൾ വിമർശനത്തിന് ആധാരമായി തീർന്നിരിക്കുന്നത്. സ്വരാജ് അങ്ങനെയൊക്കെയാണല്ലോ ഇട്ടിരുന്നത്, RSSൻ്റെ ഇര. RSS പരാമർശം പിൻവലിക്കാൻ ആരാണ് സമ്മർദ്ദം ചെലുത്തിയത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട്. ആ പോസ്റ്റിട്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് സ്വരാജ് പരാമർശം ഒഴിവാക്കിയത് എന്നുള്ളതാണ് ദുരൂഹത ഉളവാക്കുന്നത്. RSS അല്ല കൊലപാതകത്തിന് പിന്നിലെന്ന് സ്വരാജിന് വിവരം കിട്ടിയെങ്കിൽ ആരാണ് കൊന്നത്? RSS ആണെങ്കിൽ ഇനി ഉണ്ടല്ലോ, ശ്രീ എമ്മിൻ്റെ മധ്യസ്ഥതയിൽ ഈ കേസും CPM RSS കോംപ്രമൈസ് ആയോ എന്ന് ചോദിക്കേണ്ടി വരും. പകൽ CPMഉം രാത്രി RSSുമായിട്ടുള്ള മറ്റു പലരെയും പോലെ ഏതോ ഒരു സഖാവാണോ പിടിയിലായ CPM നേതാവ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം വെഞ്ഞാറുമൂട് കേസ് ഇതുപോലെ തേച്ചുമാച്ച് കളയുമോ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. RSS ഭീകരത ഇപ്പോൾ മസിനഗുഡി വഴി ഊട്ടിക്ക് പോയോ എന്നുള്ള ഒരു പരിഹാസം കൂടി രാഹുൽ ചോദിക്കുന്നുണ്ട്. CPMൻ്റെ കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള പെരുവട്ടൂർ പുളിയോറ വയൽ PV സത്യനാഥൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി വ്യാഴാഴ്ചയാണ് രാത്രി 10 മണിയോടുകൂടി വെട്ടേറ്റ് മരിച്ചത്. പെരുവട്ടൂർ മുത്താമ്പി ചെറിയപ്പുറം പരദേവതാ പേരിലോത്തോൻ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് വലിയ ഗാനമേളയും ഒക്കെ നടക്കുന്നതിനിടയിലായിരുന്നു ഈ ആക്രമണം ഉണ്ടായിരുന്നത്. ഈ ആക്രമണം ഉണ്ടായത് ആ കൊലപാതകത്തിൽ അന്ന് കീഴടങ്ങിയ പെരുവട്ടൂർ പുറത്തോന അഭിലാഷ് എന്ന് പറയപ്പെടുന്ന വ്യക്തി കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ CPMൻ്റെ ബ്രാഞ്ച് അംഗമായിരുന്ന അഭിലാഷിനെ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് 7 വർഷം മുൻപേ പുറത്താക്കിയിരുന്നു. ഇതാണ് ഒരു വിശദീകരണമായി പറയുന്നത്. കേസിൽ CPM പ്രവർത്തകൻ തന്നെ അറസ്റ്റിലാവുകയും കുറ്റസമ്മതം നടത്തുകയും ചെയ്തതിന് ശേഷവും RSSൻ്റെ അവസാനത്തെ ഇര എന്നാണ് സ്വരാജിൻ്റെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് എന്ന് പറയപ്പെടുന്നത്. ഇത് കണ്ടാൽ ആർക്കാണ് തിരിച്ചൊന്ന് വിളിച്ചു പറയാൻ കഴിയാതായി പോവുക? ഇതൊക്കെ പറയുന്ന മുൻ MLA സ്വരാജ് ആകട്ടെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ MLA ആയിട്ടുള്ള വിജിനാകട്ടെ, അതിനപ്പുറം മുൻ MLA PK ശശി, ഇവരൊക്കെയാണ് ഈ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തം RSSൻ്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ച സഖാക്കൾ എന്ന് പറയപ്പെടുന്നത്. തുടർന്ന് ഇവരൊക്കെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അവരുടെ പോസ്റ്റ് പങ്കുവയ്ക്കുകയും ആ പോസ്റ്റ് കുറച്ച് നേരങ്ങൾക്ക് ശേഷം അത് ഇല്ലാതാവുകയും ചെയ്തു. PV സത്യനാഥനെ RSSൻ്റെ ക്രിമിനലുകൾ അമ്പലപ്പറമ്പിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തി എന്നായിരുന്നു ഈ സഖാക്കളൊക്കെ പറഞ്ഞതും ഈ സഖാക്കളൊക്കെ പ്രതിഷേധിക്കണമെന്നും ഒക്കെ വിജിനടക്കമുള്ള MLAയും ഈ മുൻ MLA ആയിട്ടുള്ള ശശിയൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. വർഗീയ പ്രത്യയശാസ്ത്രമാണ് RSSനെ നയിക്കുന്നത് എന്നും ആ കുറിപ്പിൽ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ വിവാദം കനത്തതോടുകൂടി പോസ്റ്റ് തിരിഞ്ഞുകുത്തുന്ന ഒരു അവസ്ഥയുണ്ടായി. അതുകൊണ്ട് തിരുത്തേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി. വിജിൻ്റെ പോസ്റ്റിൽ അതേ വരികളാണ് PK ശശിയും പങ്കുവച്ചത് എന്നുള്ളതാണ് വസ്തുത. അവർ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, RSS ഭീകരതയുടെ ഒടുവിലത്തെ ഇരയാണ് സത്യനാഥൻ എന്ന് M സ്വരാജ് കൂടി പോസ്റ്റ് ഇട്ടതോടുകൂടി പൂർണ്ണമായി. പിന്നീട് കമൻറ്റുകളിലൂടെ ശക്തമായിട്ടുള്ള വിമർശനം നേരിട്ടതോടുകൂടിയാണ് പോസ്റ്റ് കളഞ്ഞ് മറ്റൊന്ന് പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്വരാജ് CPM പ്രവർത്തകർക്കിടയിലെ തമ്മിൽ തല്ലും തർക്കവും വ്യക്തിപര വൈരാഗ്യവും അതൊക്കെയാണ് ഈ കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്നുള്ള വസ്തുത പുറത്തു വന്നതോടെ LDF നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി, കുറ്റസമ്മതം നടത്തിയ വ്യക്തി, മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം. ബ്രാഞ്ച് കമ്മിറ്റി അംഗമെന്ന് പറഞ്ഞാൽ CPMൻ്റെ തന്നെ ഒരു നേതാവ്. അതേ നേതാവ് തന്നെ മറ്റൊരു നേതാവിനെ കൊലപ്പെടുത്തുന്ന അത്ഭുതകരമായ സംഭവം. CPMൽ ഇത് പതിവായിരിക്കാം, പക്ഷേ ബാക്കിയുള്ളവർക്ക് ഇത് ചിലപ്പോൾ നടാടെയായിരിക്കാം. അതുകൊണ്ട് തന്നെ CPMൻ്റെ കൊയിലാണ്ടി ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി കൊല്ലപ്പെട്ടപ്പോൾ അത് RSSൻ്റെ തലയിൽ കൊണ്ട് കെട്ടിവെച്ചിട്ട് അതിൽ നിന്ന് തടിയൂരാൻ ശ്രമിക്കുന്ന CPMൻ്റെ വലിയ ഇപ്പോഴത്തെ യുവസിംഹങ്ങളെ കണ്ടാൽ
നമുക്ക് നാണക്കേട് തോന്നും. വേറെ ഒരു പണിയും ഇല്ലാത്ത തരത്തിലാണ് സ്വരാജ് ആണെങ്കിലും ശരി, ബിജിനാണെങ്കിലും ശശിയാണെങ്കിലും ഒക്കെ പോസ്റ്റുകളിട്ട് തകർക്കുന്നത്. ഒരേ പാർട്ടിയിലുള്ളവർ പരസ്പരം വെട്ടിമരിക്കുകയാണ് ഇവിടെ. പരസ്പരം അവരുടെ വ്യക്തിവൈരാഗ്യം തീർക്കുന്നതിന് പാർട്ടിയുടെ പേരുപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച കാണുന്നു. CPM എന്ന് പറയപ്പെടുന്നത് പഴയ യാദവകുലം പോലെ തകർന്ന് തരിപ്പണമാകാൻ പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് പരസ്പരം വെട്ടിമരിക്കുന്ന ഒരു കാഴ്ചയിലേക്ക് CPM പോകുന്നതെന്ന് തിരിച്ചറിയുക സഖാക്കളെ. അതാദ്യം തിരിച്ചറിയേണ്ടത് ഇന്ന് യുവരക്തമെന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുന്ന സ്വരാജിനെ പോലുള്ളവരാണ്. CPM തകർന്ന് തരിപ്പണമാകുകയാണ് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. സ്വന്തം പാർട്ടിക്കകത്തുള്ളവർ തന്നെ പരസ്പരം വെട്ടിമരിക്കുന്ന കാഴ്ച താങ്കൾ ഇനിയെങ്കിലും സ്ഥിരീകരിക്കുക. വെറുതെ RSSൻ്റെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിവെച്ചിട്ട് അതിൽ നിന്ന് കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് വളരെ പതിയെ അതിൽ നിന്ന് കടന്നു പോകാമെന്ന് വിചാരിക്കുന്ന താങ്കളുടെ ചിന്താഗതിയുണ്ടല്ലോ, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ മ്ലേച്ഛമാണ് തോന്നുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. CPMനുള്ളിൽ നടക്കുന്ന ഈ പടലപ്പിണക്കങ്ങൾ, ഗ്രൂപ്പ് വഴക്കുകൾ, പരസ്പരം തമ്മിൽ തല്ലാൻ വേണ്ടി കാത്തിരിക്കുന്ന CPMൻ്റെ നേതാക്കൾ, അവരുടെ അണികൾ, ഇവരൊക്കെ ഈ തെരുവിൽ കിടന്ന് പരസ്പരം വെട്ടിമരിക്കുന്ന കാഴ്ചയിലേക്ക് നീങ്ങുന്നു എന്ന് പറയേണ്ടി വരുന്നു. അതിലെ അവസാനത്തെ ഉദാഹരണമാണ് ഈ PV സത്യനാഥൻ എന്ന് പറയേണ്ടി വരുന്നതിൽ ദുഃഖമുണ്ട്. മരിച്ചുപോയ ഒരു വ്യക്തിയോട് അഗാധമായ ദുഃഖം തന്നെയാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് എന്ന് കൂടി പറയട്ടെ. പക്ഷേ ഈ കൊലപാതകം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. CPMൻ്റെ വലിയ സഖാക്കളെ, നിങ്ങളുടെ സഖാക്കൾ പരസ്പരം വെട്ടിമരിക്കുകയാണ്. CPM എന്ന് പറയപ്പെടുന്നത് ഇവിടെ തകർന്നടിയുകയാണ് എന്ന് മാത്രം മനസ്സിലാക്കുക.